വൺസ് അഗൈൻ വെൽക്കം ബാക്ക്. ഇഫ്താർ സ്പെഷ്യലായിട്ട് നമുക്ക് ചിക്കൻ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈസിയും ടേസ്റ്റിയുമായിട്ടുള്ള ഒരു സ്നാക്ക് റെസിപ്പിയാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തെളിഞ്ഞു വരുന്ന ആ ബെല്ലൈക്കൺ കൂടെ നിങ്ങൾ എനേബിൾ ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ഈ സേവനം തികച്ചും സൗജന്യമാണ്. അപ്പോൾ നമ്മൾ ഈ സ്നാക്ക് ഉണ്ടാക്കാനായിട്ട് ഒരു 3 പീസ് ചിക്കൻ, ഇത് ബോൺലെസ് ചിക്കനാണ്. ഇതൊന്ന് ഉപ്പും മഞ്ഞളും ചേർത്ത് ഒന്ന് പുഴുങ്ങിയെടുക്കാനായിട്ട് വെക്കുന്നുണ്ട്. ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒന്നൊക്കെ വെള്ളം ഒഴിച്ചോളൂ. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ നമ്മൾ ഇതിലേക്കുള്ള ഫില്ലിങ് റെഡിയാക്കാനായിട്ട് ഞാനൊരു 2 വലിയ സവാള, ഒരു മീഡിയം സൈസിൽ ഉള്ളതായാലും കുഴപ്പമൊന്നുമില്ല, അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചിയും അതുപോലെ 2 പച്ചമുളകും എടുത്തിട്ടുണ്ട്. എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് കൂട്ടി കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഇതിൽ മസാല ചേർക്കുന്ന സമയത്ത് ഒരല്പം മുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്താലും മതി. ഇനി നമുക്കൊരു ചീനച്ചട്ടി വെച്ചിട്ട് അതൊന്ന് ചൂടായി വരുമ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ചേർത്തിട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഞാൻ അതിൻ്റെ കൂടെ തന്നെ ബാക്കിയുള്ളതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചെടുത്തത്. എന്നിട്ടൊന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴന്ന് വരുന്നത് വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ആയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ബിരിയാണിക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള ഗരം മസാലയാണ്. അത് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മസാലകളുടെയൊക്കെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ചിക്കൻ ഉണ്ടല്ലോ, അത് ഞാൻ ഒന്ന് ചതച്ചെടുത്തതാണ്, അതുകൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഒന്ന് ഷ്രെഡ് ചെയ്തെടുത്താൽ മതി. വേണേൽ മിക്സി ഉപയോഗിക്കുക, അല്ലെങ്കിൽ കൈകൊണ്ട് തന്നെ പിച്ചിയിട്ടാലും മതി. ഞാനിപ്പോൾ ഒന്ന് കുത്തുന്ന അമ്മിയിൽ വെച്ചിട്ടൊന്ന് കുത്തിയെടുത്തതാണ്. എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്കിത് റെഡിയാക്കാനുള്ള ഷീറ്റ് തയ്യാറാക്കാം. അതിനായിട്ട് ഇപ്പോൾ ഞാൻ 1/2 കപ്പ് മൈദയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വളരെ ലൂസായിട്ടുള്ള ഒരു ബാറ്റർ റെഡിയാക്കി എടുക്കുകയാണ്. വളരെ തിന്നായിട്ടുള്ള ഷീറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് വളരെ ലൂസായിട്ട് ബാറ്റർ റെഡിയാക്കി എടുക്കുന്നത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ ഒരു നുള്ള് നമ്മൾ നേരത്തെ ഫില്ലിങ്ങിലേക്ക് ചേർത്തിട്ടുള്ള ബിരിയാണിയുടെ ആ മസാല, അതും ഒരു നുള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് വെറും ഒരു ദോശയുടെ ഒരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇതുകൂടെ ചേർത്ത് കഴിയുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. ഇനി നമുക്കൊരു തവ എടുത്ത് അടുപ്പിൽ വെക്കാം. അതിലേക്ക് ഓരോ കയ്യിൽ, ഞാനിപ്പോൾ ഒരു വലിയ സ്കൂപ്പിൻ്റെ അത്രയുള്ള ഒരു കയ്യിലാണ് എടുത്തിട്ടുള്ളത്. അതിന് ഒരു കയ്യിൽ ഒഴിച്ചിട്ട് ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കാം. നമ്മൾ പ്രത്യേകിച്ച് ഇതിൻ്റെ അടിയിൽ ഓയിലൊന്നും സ്പ്രെഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ ഇത് നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഇത് തവയിൽ നിന്ന് വിട്ട് വരും. ആ സമയത്തൊന്ന് അടർത്തിയെടുത്തിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ആ ചൂടോടെ തന്നെ ഇതിൽ നമ്മൾ ഫില്ലിങ്ങും വെച്ച് കൊടുക്കണം. ഈ ഒരു 1/2 കപ്പ് ബാറ്റർ വെച്ചിട്ട് ഞാൻ 8 ഷീറ്റാണ് ഇതുപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി ഈ ചൂടോട് കൂടി തന്നെ ഇതിനകത്തേക്ക് നമ്മൾ കുറച്ച് ഫില്ലിങ് വെച്ചിട്ട് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. ആദ്യം ഒരു ഭാഗം ഒന്ന് മടക്കിയിട്ട് 2 സൈഡിൽ നിന്ന് ഉള്ളിലേക്ക് മടക്കി കൊടുക്കുക. എന്നിട്ട് റോൾ ചെയ്തെടുക്കുക. എന്നിട്ട് ഞാനിതിൽ പ്രത്യേകിച്ച് എഗ്ഗിൻ്റെ മിക്സ് ഒന്നും ചേർക്കുന്നില്ല. ഡയറക്റ്റായിട്ട് ഇതൊന്ന് ബ്രെഡ് ക്രംസിൽ കോട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അതിൽ സ്റ്റിക്കായിട്ടിരിക്കാൻ കോൺഫ്ലവറിൻ്റെ മിക്സോ അതല്ലെങ്കിൽ എഗ് വൈറ്റോ ഒന്നും ചേർത്തിട്ടില്ല. ഡയറക്റ്റ് അതിനകത്തേക്ക് മിക്സ് ചെയ്ത് എടുത്തതാണ്. എന്നിട്ട് എണ്ണ ചൂടാക്കിയിട്ട് അതിനകത്ത് ഇട്ടിട്ട് നല്ല ഗോൾഡൻ കളറായി വരുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഓയിൽ അധികം നമുക്ക് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുത്താലും മതി.
അതായിരിക്കും ഒന്നുകൂടെ ടേസ്റ്റ് ഉണ്ടാവുക. ഇത് നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ അത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. ഈ ഷീറ്റ് നമ്മൾ എഗ് വൈറ്റിലൊന്നും മുക്കിയെടുക്കാത്തതായതുകൊണ്ട് തന്നെ ഷീറ്റിന് നല്ല ക്രിസ്പിനെസ് കിട്ടും. അപ്പോൾ ഇതുപോലെ ബാക്കിയുള്ളത് മുഴുവനും നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോളിൻ്റെ റെസിപ്പിയാണ് ഞാനിപ്പോൾ കാണിച്ചിട്ടുള്ളത്. നമ്മൾ ചിക്കൻ ബ്രെഡ് വെച്ചിട്ട് റോൾ ചെയ്തിട്ടാണ് നമ്മൾ ഷോപ്പിലൊക്കെ വാങ്ങിക്കുക. ഇത് നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമാക്കി ഷെയർ ആൻഡ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.